ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ഗോതമ്പടയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാവ് ഞാൻ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതങ്ങോട്ട് കുഴച്ചൊന്ന് സെറ്റാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചെരുകണ്ടേ. എനിക്ക് നാളികേരം ചെരുക ഭയങ്കര മടിയാണ്. പക്ഷേ അതുണ്ടാക്കണമെങ്കിൽ നാളികേരം ചെരുകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ചിരവയൊക്കെ ഒന്ന് കഴുകി ഇവിടെ തന്നെ കേട്ടോ നമുക്ക് നാളികേരം ചെരുകാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെയാണ് അത് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ വെച്ച് നമ്മുടെ നാളികേരമൊക്കെ ചെരുകി അതായത് നമ്മുടെ നാളികേരത്തിലേക്ക് നമ്മുടെ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ പഞ്ചസാരയാണ് ഇടാറ്, പക്ഷേ ഗോതമ്പടയിലേക്ക് ഞാൻ ശർക്കരയാണ് കേട്ടോ ചേർക്കാറ്. അതൊരു പാത്രം ചെറുതാക്കാൻ അതിൽ കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതൊക്കെ ഇട്ട് കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതാ കഴുകിയാൽ നന്നായിട്ടൊന്ന് കീറി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരലെടുത്തിട്ട് നമ്മുടെ മാവ് ഗോതമ്പ് മാവും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും നാളികേരം കൂടിയുള്ള ഫില്ലിങ്ങും കൂടിയിട്ട് നമുക്കിതിലേക്ക് എല്ലാത്തിലേക്കും കുറച്ച് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗോതമ്പട ഒരു പ്രത്യേക വീക്ക്നെസ്സാണ്. അരിയട ആയാലും കുറച്ചും കൂടി ഇഷ്ടം ഗോതമ്പടയാണ്. പക്ഷെ നമ്മൾ എളുപ്പപ്പണി അരിയട ഉണ്ടാക്കണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങനെ ഫില്ലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവി കയറ്റണ പാത്രത്തേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടക്കി വെച്ച് മൂടി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ അടിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ മണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പാത്രം തുറന്ന് ഇങ്ങനെ മാറ്റാണ് കേട്ടോ. അതേ അപ്പോഴേക്കും നമ്മുടെ അമ്പാടി എഴുന്നേറ്റ് വന്നു കേട്ടോ. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. ഉണ്ണിക്കുട്ടനാണ് കൊണ്ടുവന്നത്. ഞാനപ്പോൾ അവനോട് പറഞ്ഞ അമ്മ അട ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മയുടെ അമ്മ മേശയുടെ അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവനങ്ങനെ വിട്ടു. അങ്ങനെ ചൂട് അട ഞാൻ പാത്രത്തിലേക്ക് കോരിയിട്ടു കേട്ടോ. എൻ്റെ 2 മക്കൾക്ക് ഞാൻ കൊടുത്തത് അവർ തിന്നുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി അടയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.